രോഗമുള്ളിടത്ത് നിങ്ങളുടെ കൈകൾ വെക്കുക. ഉദര രോഗികളുണ്ട്, അവർ ഉദരത്തിൽ ആണ് കൈവെക്കേണ്ടത്. മൂത്രാശയത്തിൽ കല്ലുണ്ടുണ്ട്, കിഡ്നിയിൽ കല്ലുള്ളവരുണ്ട്, കിഡ്നി രോഗികളുണ്ട്, അവർ നടുവിലാണ് കൈവെക്കേണ്ടത്. ശ്വാസകോശ രോഗികളും കരൾ രോഗികളും നെഞ്ചിൻ്റെ മധ്യത്തിൽ കൈവെക്കണം. കരൾ രോഗികൾ നെഞ്ചിൻ്റെയും വയറിൻ്റെ ഇടയ്ക്ക് കൈവെക്കണം. പാൻക്രിയാസ് രോഗികളെ ഇടതുവശത്ത് കൈവെക്കണം, വയറിൻ്റെ. പ്രഷർ രോഗികളും ഷുഗർ രോഗികളും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവരെ കുറേ രോഗങ്ങളുടെ കൈ പിണച്ച് സർവാംഗം ബോഡി കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് സ്വസ്തിക പോലെ നെഞ്ച് പൂട്ടി കൈവച്ചിട്ട് ഉള്ളംകാലം മുതൽ ഉച്ച വരെ കർത്താവിനെ ഏൽപ്പിച്ച് നിൽക്കണം. അസ്ഥിരോഗികളുണ്ടാകാം, വാതരോഗികളുണ്ടാകാം, വേരിക്കോസിൻ്റെ അസുഖമുള്ളവർ, PCOD രോഗികളും ഓരോ സാവരോഗികളൊക്കെ ഉണ്ട്. അവരെല്ലാവരെയും പ്രാർത്ഥിക്കുന്ന സമയമാണിത്. കിടപ്പ് രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കാം, വീട്ടിലുള്ള രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അച്ഛൻ പ്രാർത്ഥിക്കും, എൻ്റെ മക്കൾ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടതിനെ നിൽക്കണം. വിശ്വാസപ്രമാണം ചൊല്ലി തീരുമ്പോൾ വീണ്ടും തുടങ്ങണം വിശ്വാസപ്രമാണം. അച്ഛൻ പ്രാർത്ഥിച്ച് തീരണവരേ പ്രാർത്ഥിക്കണം. വിശ്വാസപ്രമാണം അറിയാൻ പാടില്ലാത്തവർ യേശുവെ സ്വസ്ത്രം, യേശുവെ നന്ദി, യേശുവെ ആരാധന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഈശോയെല്ലാം സാധ്യമായതിന് ഈശോയെ നിനക്ക് സ്വസ്ത്രവും നിനക്ക് സ്തുതിയും, നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധ്യം അർപ്പിക്കുന്ന കർത്താവേ. കർത്താവെ കടന്നു വരണമേ കർത്താവേ. കർത്താവെ ശക്തി ഒഴുക്കണമേ കർത്താവേ. കർത്താവെ ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്ഥി ഉരുക്കമുള്ളവരെ, അസ്ഥി ഒലിച്ചു പോകുന്നവരെ, അസ്ഥി സ്രാവമുള്ളവരെ, വെള്ളപ്പൊക്കിൻ്റെ അസുഖമുള്ളവരെ കർത്താവെ അവരെ സ്പർശിക്കാൻ പ്രാർത്ഥിക്കുന്നു. ചെവികളുടെ പഴുപ്പ് വരുന്നവരെ, അഡിനോയിഡിന് അസുഖമുള്ളവരെ, ശരീരഭാഗങ്ങളിൽ കോശങ്ങളിൽ ക്യാൻസറുകളുള്ളവരെ കർത്താവ് അവരെ സ്പർശിക്കണമേ കർത്താവെ. പല്ല് കൊഴിഞ്ഞു പോകുന്നവർ, കാഴ്ചത്തിൻ്റെ അസുഖമുള്ളവരെ അവരെ സ്പർശിക്കണമേ കർത്താവെ. തൊണ്ടയിൽ രോഗമുള്ളൊരു കർത്താവ്, ടോൺസിൽ രോഗികളെ, തൈറോയിഡ് രോഗികളെ അവരെല്ലാവരും സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു ഈശോ. കർത്താവ് ഹൃദയ രോഗികളെ, കിഡ്നി രോഗികളെ കർത്താവ് ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മക്കളില്ലാത്തൊരു സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവത്തിൻ്റെ കരുണ ഒഴുകട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ് pour out his spirit. കർത്താവ് ഇതിൻ്റെ വിശുദ്ധമായ രക്തം ഉള്ളംകാലം മുതൽ ഉച്ചവരെ ഒഴുകട്ടെ. സർവകോശങ്ങളും പേശികളും കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. നമ്മൾ ഈ ഉടമ്പടിയുടെ ഇത്രയും ഭയങ്കരമായ രീതി ഹെവി ഡ്യൂട്ടിയൊക്കെ ചെയ്യാൻ കാരണം സാക്ഷ്യങ്ങൾ എങ്ങനെയായാലും 25 സാക്ഷ്യങ്ങളല്ലേ ഒരു ദിവസം പറയിപ്പിക്കാൻ പറ്റുന്ന സാക്ഷ്യങ്ങൾ. ഞങ്ങളെല്ലാം ജനറൽ സാക്ഷ്യങ്ങളെല്ലാം ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒത്തിരി പേർക്ക്. അതുകൂടാതെ ഇവിടെ പറയിപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ 20 ഉണ്ട്, 25-20 ഇടയ്ക്ക്. അത്രയും സമയമേ നമുക്കുള്ളൂ. അത് എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും സാക്ഷ്യങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം, മേജർ സാക്ഷ്യങ്ങൾ ഉണ്ടാകാൻ കാരണം ആ ഉടമ്പടിയുടെ ചേരുവകയാണ്. അതായത് അതിൻ്റെ ഫോർമുല കറക്റ്റാണ്. പക്ഷെ ആരാണത് കൃത്യമായിട്ട് അത് പ്രയോഗിക്കണത്, അതാണ് വിഷയം. ആ പ്രയോഗത്തിലാണ് ഇരിക്കുന്നത്. നമുക്കിങ്ങനെ ചൊല്ലാൻ ആർക്കും പറ്റുമല്ലോ. അത് വലിയ മുറിയും അടച്ചിട്ട് അകത്തിരുന്നുണ്ട് ഇരുട്ടത്തിരുന്നുണ്ട് പിച്ചുമയും പടം പോലെ ചെയ്താൽ പോരെ. അതിൻ്റെ അകത്ത് കഥയില്ല സംഭവം. അതിൻ്റെ അകത്തൊരു പ്രഖ്യാപനമുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയില്ല. 20% ഇൻകം ഉണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. 20% ചൊല്ലുന്ന പ്രാർത്ഥനയ്ക്ക് 20-30% ഇൻകമാണ് റിട്ടേൺസ് ഉള്ളത്. ബാക്കിയെല്ലാം ചെയ്യണമെങ്കിൽ പരസ്യമായിട്ട് ചെയ്യണം. അത് രഹസ്യമായിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാം. ആളുകളൊക്കെ ആയിരിക്കാൻ വേണ്ടി ഈശോ പറയും വലതും കൈ ചെയ്യണത് ഇടം കൈ അറിയാൻ പാടില്ലെന്ന്. പക്ഷേ വിശ്വാസ പ്രഖ്യാപനമെല്ലാം മനുഷ്യരുടെ മുമ്പിലാണ്. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ
എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയും. ഇത് നിങ്ങൾക്ക് വരുന്നൊരു കുഴപ്പം നിങ്ങൾ ചെയ്യണില്ലെന്നല്ല പ്രശ്നം. പല ആൾക്കാർക്കും ഉടമ്പടിയിൽ ഈ അവർക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരു സ്കോറിലേക്ക് പോകുന്നില്ല ചില ആൾക്കാർ, ഇല്ലേ? എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോകാത്തതിൻ്റെ കാരണം ഒരു കാര്യമുണ്ട്. അതിൽ നിങ്ങൾ സാങ്കേതികമായിട്ടാണ് ആൾക്കാർ ചിലർ ചെയ്യണത്. സാങ്കേതികം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ 15 പത്രമുണ്ട്, 5 പത്രം കൊടുത്തേച്ചു. ഇനി 10 വീട്ടിൽ കൂടി പോകണം. എവിടെയൊക്കെ പോകണം? വല്ല പരിചയമുള്ള വീട്ടിൽ പോകാം, നമുക്ക് പണി കിട്ടാത്ത വീട്ടിൽ പോയല്ലേ, നമുക്ക് പണി കിട്ടാത്ത വീട്ടിൽ പോകാമല്ലേ എന്നൊക്കെ ചിന്തിച്ച് ദൈവമായിട്ടൊരു കോംപ്രമൈസൊക്കെ ഒത്തുതീർപ്പൊക്കെ എത്തിയിട്ട് ഇത് സാരം എങ്ങനെയും കൊടുത്തൊപ്പിക്കും. ഈ ഒപ്പിക്കുന്നതിന് സാങ്കേതികം എന്ന് പറയുന്നത് സാങ്കേതികമായിട്ട് ചെയ്യാം. സാങ്കേതികമായി പറഞ്ഞാൽ എപ്പോഴും നമുക്കറിയാവില്ല, പ്രവാചകൻ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലം. ഒന്ന് പറഞ്ഞേ, പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലം. നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. പ്രതിഫലം ബേസിസിലാണ് കേട്ടോ, അത് ഓർത്തുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലങ്ങളില്ലേ, ദൈവദൃശ്യത്തിൽ നിന്ന് കിട്ടുന്ന കൃപയല്ലെങ്കിൽ കൃപയല്ലെങ്കിൽ പിന്നെ എന്താണ്? അനുഗ്രഹം. ഇത് എങ്ങനെയാണ്? നിങ്ങളെ എങ്ങനെയാണ് കാണുന്നതിന് അതിന് ആനുപാതികമായിരിക്കും. അതാണ് 10:41 മത്തായി ശ്ലീഹായുടെ സുവിശേഷം. പ്രവാചകനായി പരിഗണിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം. ഇപ്പോഴെന്താണ് അച്ഛൻ ആദ്യമേ പറഞ്ഞത്? അതായത് കുറേ നാളുകൾ ബേസിക്കായിട്ടൊരു ശുശ്രൂഷ ഉണ്ട്. ക്രിസ്തു ആരാണെന്നതിനെക്കുറിച്ച് ബേസിക് ശുശ്രൂഷ. ഈ ബേസിക് ശുശ്രൂഷ അല്ലാതെ ആഗന്തുകമായിട്ടുള്ള ശുശ്രൂഷകളും ഉണ്ട്. എന്താ ബേസിക് ശുശ്രൂഷ എന്ന് പറയുന്നത്? ഇപ്പം നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതമാകുന്നു എന്നാരാ പറഞ്ഞത്? എലിസബത്ത് പറഞ്ഞേ അല്ലേ? നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതമാകുന്നു. അപ്പോഴേ എലിസബത്തിൻ്റെ പരിശുദ്ധാത്മാവ് അമ്മയെ സ്കാൻ ചെയ്തപ്പോൾ അമ്മ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് അമ്മയെ അറിയിക്കും. അപ്പോൾ ആ അമ്മ ഈശോയെ ഗർഭം ധരിച്ചിരിക്കുന്നു എന്നുള്ളത് പരിശുദ്ധാത്മാവ് പറയുമ്പോൾ ആദ്യമേ ഈ ഈശോനെ അമ്മയുടെ ഉദരത്തിലേക്ക് ദൈവം നൽകുമ്പോൾ അതിന് ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്. എന്താണ് ലക്ഷ്യം? അവൻ തൻ്റെ ജനങ്ങളെ Take the word of God. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. ആരാധന ആരാധന. മത്തായി 1:21. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. എന്ന് പറഞ്ഞേ, അവൻ തന്റെ ജനത്തെ അവന്റെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. ഈ ജോലി ചെയ്യാൻ പറ്റാതെ വന്നാൽ സഭയല്ലാതായി മാറി. ഇപ്പോൾ സ്റ്റാൻ സ്വാമിയുടെ NIA സ്റ്റാൻ സ്വാമിയുടെ വെബ്സൈറ്റിലോട്ട് ഈ ഇംപ്ലാന്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, കുറേ ഡേറ്റ ഇംപ്ലാന്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ സ്റ്റാൻ സ്വാമിയുടെ രക്തസാക്ഷ്യത്തിന് കാരണമായി. പക്ഷേ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് അവസാനം വരെ കർത്താവിൻ്റെ ജോലി ചെയ്ത ആളാണ്. പക്ഷേ വിമർശനം എന്താ? ലോഹം ഉപയോഗിച്ചിട്ടില്ലെന്നാണ് വിമർശനം. ഇങ്ങനെ ലോഹം ഉപയോഗിച്ച് ഒരു പടം കാണിച്ചു തരാമെന്നൊക്കെ ചോദിക്കണില്ലേ സോഷ്യൽ മീഡിയയിൽ? പിന്നെന്താ ഇങ്ങനെ കുർബാന ചൊല്ലിയിട്ടുണ്ടോ? അതൊക്കെ ചോദ്യങ്ങളാണ്. ചെല്ലിയാലും ചെല്ലില്ലേലും ചോദ്യങ്ങളുണ്ട് കേട്ടോ. നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അച്ഛനായാലും കന്യാസ്ത്രീ ആയാലും സഭാപ്രവർത്തനായാലും ബേസിക്കുകൾ മറന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. സഭയ്ക്ക് നമുക്ക് സോഷ്യൽ സർവീസൊക്കെ നടത്താൻ പറ്റും, എന്ത് വേണമെന്ന് ചെയ്യാൻ പറ്റും, എഡ്യൂക്കേഷൻ നടത്താൻ പറ്റും, പിന്നെ ബോധവൽക്കരണ പരിപാടികൾ ആദിവാസികളുടെ പ്രവർത്തിക്കാൻ പറ്റും. പക്ഷേ തലമറന്ന് എണ്ണനാക്കാൻ പറ്റത്തില്ല. ബേസിക്കായിട്ട് ചെയ്യേണ്ട ഒരു സംഭവമുണ്ട്. എന്താണ്? അവൻ തൻ്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടുള്ള ദ സാക്രിഫൈസ് ജേസു എന്ന് പറഞ്ഞാൽ ദ കോസ്റ്റ് ഓഫ് ജീസസ്, ദ കോസ്റ്റ് ഫോർ വിച്ച് ജീസസ് ഇമാൻസിപ്പേറ്റഡ്. അവൻ്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാര്യം
ജനങ്ങളെ വിശുദ്ധീകരിക്കാനാണ് പാപങ്ങളിൽ നിന്ന്. പട്ടിണിയും ദാരിദ്ര്യവും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം ഞങ്ങളൊക്കെ വിഴിഞ്ഞത്ത്, ഇപ്പോൾ ഈ വിഴിഞ്ഞം സമരത്ത് ഞാൻ പ്രതിയാണ്. കേസ് എടുത്തിട്ടില്ല. ഞാൻ ഒരു നേരത്തെ ഉണ്ടായിരുന്ന കേസിന് കഴിഞ്ഞ ആഴ്ച ഞാൻ കോടതി പോയി വന്നതേ ഉള്ളൂ. അതെന്താ? അത് സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള സുവിശേഷ മുന്നേറ്റങ്ങളാണ്, നീതിക്ക് വേണ്ടിയുള്ള ദാഹമാണ്. അത് സുവിശേഷത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ അതേസമയം തന്നെ ഇതിന് ബേസിക്സ് ഉണ്ട്. എന്താ കാര്യം? അവൻ തൻ്റെ ജനങ്ങളെ പാപങ്ങളിൽ നിന്ന് മോചിച്ചെങ്കിൽ അവൻ്റെ ദൗത്യം ഏറ്റെടുക്കുന്ന എല്ലാ വ്യക്തികളുടെയും ചുമതലയാണ് ജനങ്ങളെ വിശുദ്ധീകരിക്കുക എന്നുള്ളത്. ജനങ്ങളെ വിശുദ്ധീകരിക്കാതെ വേറെ എന്ത് എഡ്യൂക്കേഷൻ ചെയ്താലും വേറെ എന്ത് സാമൂഹ്യ പ്രവർത്തനം ചെയ്താലും അതിനൊക്കെ പട്ടിക്കാട്ടത്തിൻ്റെ വിലകളേ ഉള്ളൂ. തലമുറ നിണതാക്കാൻ പറ്റത്തില്ല. അത് വിഷയം സീരിയസ്. അത് നിങ്ങളും അത് ഉടമ്പടി ചെയ്യുന്ന ആൾക്കാരും ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണം. എന്താ കാര്യം? നിങ്ങൾ ഈ അതായത് സുവിശേഷ വേല ചെയ്യുമ്പോൾ നിങ്ങളെ പ്രവാചകനായി സ്വീകരിക്കുകയാണ്. പ്രതിഫലം അത് ദൈവപുത്രനെ ദൈവപുത്രനായിട്ട് സ്വീകരിക്കുകയും രക്ഷകനെ. ഇപ്പം അമ്മ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്തത്? എലിസബത്ത് നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതമാണെന്ന് പറഞ്ഞപ്പോഴേ അതിന് മറുപടി അമ്മ എന്താ പറഞ്ഞത്? അമ്മ എൻ്റെ ആത്മാവ് രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. നിങ്ങൾ ഈ വിഷയത്തിൽ യാതൊരു വെള്ളവും ചേർക്കാതെ ചെയ്യുന്ന കാര്യം ദൈവ തിരുസന്നിധിയിൽ നമുക്കറിയാമല്ലോ, മക്കളുണ്ട് 8-17, അതൊരു റാങ്കാണ്, ഒരു ബ്രാൻഡാണ്. പക്ഷേ ദൈവം ഈ മക്കൾ എന്നതിനേക്കാൾ ഉയർന്ന ഒരു റാങ്കുണ്ട്. നമ്മൾ മുന്നോട്ട് പോകും തോറും ഈ റാങ്കിലോട്ടാണ് വരേണ്ടത്. അപ്പോൾ ഇന്നലെ എന്നെ ഒരു ക്യാപ്റ്റൻ വിളിച്ചു. നമ്മുടെ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുള്ള ഒരു മിലിറ്ററി ക്യാപ്റ്റനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്റ്റാർ ഇന്നലെ കിട്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൊമോദോസ്, അതായത് ക്യാപ്റ്റൻ കഴിഞ്ഞുള്ള ഫസ്റ്റ് റാങ്കാണ്. ഇതുപോലെ ലോകത്തിലുള്ള എല്ലാത്തിനും ഇതുപോലെ റാങ്കുകളുണ്ട്. മക്കളൊരു റാങ്കാണ്. ഈ മക്കളെ തന്നെ റാങ്ക് ആകണമെങ്കിൽ നമ്മൾ മക്കളാണെന്നുള്ളത് അതേ രീതിയിൽ തന്നെ നമുക്ക് ബോധം ഉണ്ടാവുകയും മക്കളെപ്പോലെ നമ്മൾ ദൈവത്തിരുസന്നിധിയിൽ വ്യാപരിക്കുകയും ചെയ്യണം. എന്തായിരുന്നാൽ ഇവിടുത്തെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് കൃത്യമാകണമെങ്കിൽ ഉടമ്പടി വല്ലാത്ത ഫലങ്ങൾ തരും. കാര്യം ഞാൻ അച്ഛനായിട്ട് 37 വർഷമായി. ഈ 37 വർഷത്തിനുള്ളിൽ നമ്മൾ ഒത്തിരിയേറെ സാക്ഷ്യങ്ങളും ഇവിടെ ഉള്ളതും മറ്റു ധ്യാന കേന്ദ്രങ്ങളുള്ളതും ഒക്കെ നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷെ ഉടമ്പടിയുടെ കാലഘട്ടം തുടങ്ങുമ്പോൾ നമ്മൾ ഒരിക്കലും കേൾക്കാത്ത കാര്യങ്ങളാണ് കേൾക്കുന്നത്. പ്രത്യേകിച്ച് ഈ വ്യഥകളെന്ന് പറയുന്ന സംഭവം അഡ്രസ്സ് ചെയ്യുന്നത് ഉടമ്പടിയിലാണ്. വ്യഥകൾ ലാസ്റ്റ് ജൂണിന് ശേഷം, അതും എൻ്റെ ഒരു നിയോഗമായിരുന്നു. അത് ലാസ്റ്റ് ജൂണിന് ശേഷം എനിക്ക് മൈഗ്രെയിൻ ഇന്ന് വരെ വന്നിട്ടില്ല. എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഇനിയും എൻ്റെ വഴികളിൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എല്ലാം യേശുവിൻ്റെ തിരക്തത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധ മാതാവിൻ്റെ കൃപയും ഉണ്ടാവുമെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. കൃപാസന മാതാവേ, നന്ദി നന്ദി നന്ദി. എൻ്റെ പേര് കുഞ്ഞമ്മ സന്തോഷ്. ഞാൻ നെട്ടൂരിൽ നിന്ന് വരുന്നു. ആദ്യമായി കൃപാസന അൾത്താരയിൽ കയറി നിന്ന് അമ്മയെയും തിരുക്കുമാരനും സാക്ഷ്യപ്പെടുത്താനായിട്ട് അവസരം ഒരുക്കിയ തമ്പുരാന് 1000 നന്ദി. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് കൃപാസനത്തിൽ വന്ന് 2018 2020 ഞാൻ സാക്ഷ്യം പറഞ്ഞു. എൻ്റെ ഉടമ്പടി നിയോഗങ്ങൾ മോളുടെ CA ഫൈനൽ എക്സാം, സ്ഥലം വിൽപ്പന ഇവയായിരുന്നു. സ്ഥലം വിൽപ്പനയുടെ എഗ്രിമെൻ്റ് അന്ന് നടന്നിരുന്നു. അതിനുശേഷം കോവിഡ് കാലം വരികയും എഗ്രിമെൻ്റ് നടന്ന സ്ഥലത്തിൻ്റെ വിൽപ്പനയുമായി ആദ്യത്തെ പാർട്ടി വരികയും ഞങ്ങളുടെ പേപ്പറുകളെല്ലാം അവർ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഡോക്യുമെൻ്റ് വക്കീലിൻ്റെ കയ്യിൽ കൊടുത്തപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അതിൽ ഏറ്റവും ആവശ്യമായ 5ാം പകർപ്പ് ഇല്ല എന്നുള്ള വസ്തുത. അതുമൂലം ആ സ്ഥലം വാങ്ങാൻ വന്നവർ ആ എഗ്രിമെൻ്റ് ക്യാൻസൽ ചെയ്ത് ഞങ്ങൾക്ക് തന്ന കാശ് എഗ്രിമെൻ്റ് തുക തിരിച്ചു കൊടുക്കേണ്ടി വന്നു. പിന്നെ എൻ്റെ ഭർത്താവ് ഈ പേപ്പറിനായിട്ട് മുട്ടാത്ത വാതിലുകളില്ല, അന്വേഷിക്കാത്ത ഇടങ്ങളില്ല.
എന്ത് നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നെല്ലാം വക്കീലിനെയൊക്കെ കണ്ട് ചോദിച്ചു. എന്നാൽ ഒരു മറുപടിയും ഉണ്ടായില്ല. ഞങ്ങളാകെ നിരാശരായെങ്കിലും അമ്മയോടുള്ള പ്രാർത്ഥന, തിരുക്കുമാരനുള്ള പ്രാർത്ഥന കൈവിട്ടില്ല. ഉടമ്പടി പ്രാർത്ഥനകളും യൂട്യൂബിലുള്ള പ്രാർത്ഥനകളും ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും ഒന്നും നിർത്തിയില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥനാ സഹായം തേടുകയും അച്ഛൻ ഞങ്ങൾക്ക് വെഞ്ചരിച്ച ഒരു കാശുരൂപം തന്നു. ആ സ്ഥലത്ത് കൊണ്ടുപോയി കുഴിച്ചിടുവാനായി നിർദ്ദേശിക്കുകയും ചെയ്തു. അതിനുശേഷം കോവിഡ് കാലമായി. പക്ഷേ മാതാവ് അപ്പോഴാണ് പ്രവർത്തിക്കാൻ, അമ്മയും തിരുക്കുമാരനും കൂടെ പ്രവർത്തിക്കുവാൻ തുടങ്ങിയിട്ട് ചില ദിവസങ്ങളിൽ 2 രജിസ്ട്രേഷൻ വരെ ഉണ്ടായിരുന്ന ദിവസങ്ങളുണ്ട്. എൻ്റെ ഭർത്താവ് ഞങ്ങൾക്കുള്ള പേപ്പറുകളും മാതാവിൻ്റെ ഉടമ്പടി കാശ് രൂപവുമായിട്ട് പോയി ഓരോ രജിസ്ട്രേഷനും നടത്തി. ഒരു പ്രശ്നവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, എല്ലാ വിൽപ്പനയും വളരെ ദ്രുതഗതിയിൽ മാതാവും തിരുക്കുമാരനും കൂടെ നടത്തി തന്നു. ഈ അനുഗ്രഹം ഞങ്ങൾക്കായി നേടിത്തന്ന പരിശുദ്ധ അമ്മ കൃപാസനം പ്രസാദപരം മാതാവിനും അവിടുത്തെ തിരുക്കുമാരനും 1000 നന്ദി. ഇനിയും ഈ അൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഞങ്ങളെ മാറ്റണമേ, ഉയർത്തണമേ എന്ന പ്രാർത്ഥനയോടുകൂടി അമ്മയ്ക്ക് നന്ദി, ഈശോയ്ക്ക് ആരാധന. എൻ്റെ പേര് ലളിത. ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പാറശാല പരിശീലന ദേശത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഒരു CSCക്കാർ ഒരു വ്യക്തിയാണ്. വരുമ്പത്തിൽ ഞാനൊരു ക്രിസ്ത്യാനി തന്നെ. എന്നാലും അമ്മയെക്കുറിച്ച് അറിയുവാനോ അമ്മയുടെ വാക്കൊന്നും അനുസരിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. 2019 ജൂൺ മാസം 13-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി ചെയ്തത്. ഞാനിവിടെ വരാൻ കാരണം എനിക്ക് ഇവിടുത്തെ ഒരു പത്രം ലഭിക്കുകയും ആ പത്രത്തിൽ ഞാൻ വായിച്ചിട്ട് അത് നിസ്സാരമായി തള്ളിയിരുന്ന്, എന്നിട്ട് അത് വീണ്ടും ഞാൻ കയ്യിലെടുത്ത് വായിച്ചപ്പോൾ എൻ്റെ ഫോണിൽ യൂട്യൂബിൽ ഞാൻ നോക്കിയപ്പോൾ കൃപാസനത്തിലെ അമ്മ ഇവിടുത്തെ ആരാധനയും അച്ഛൻ്റെ പ്രസംഗവും അച്ഛൻ്റെ ആരാധനയും രോഗശാന്തികരവും ഈ സാക്ഷിയും എല്ലാം ഞാൻ കേട്ടു. അന്നോട്ട് എൻ്റെ മനസ്സിലൊരു വലിയൊരു ചിന്ത ഉണ്ടായി. എനിക്ക് ഇവിടെ അമ്മയുടെ പാദപീഠത്തിൽ വരുവാനും വന്ന് അമ്മയെ കാണുവാനും അമ്മയുടെ ആരാധിക്കാൻ എൻ്റെ ആവശ്യങ്ങളെല്ലാം അമ്മയുടെ സന്നിധിയിൽ പറയാൻ അപ്പോഴേ ഞാൻ ആഗ്രഹിച്ചു. അത് മുഖാന്തരം 2019 ജൂൺ മാസം 13-ാം തീയതി ഞങ്ങളും കുടുംബമായി തന്നെ കടന്നു വന്ന് ഉടമ്പടി ചെയ്തു പോയി. ഞാൻ 6 നിയോഗം അതിൽ വച്ചു. അന്നൊക്കെ ഞങ്ങൾക്ക് നിറയെ കടഭാരമായിരുന്നു. കടം മാറാൻ വേണ്ടിയൊക്കെ അമ്മയുടെ സന്നിധിയിൽ ഞാൻ നിയോഗം വെച്ചു. എന്നിട്ട് എൻ്റെ 6 ആവശ്യവും അമ്മയുടെ സന്നിധിയിൽ വെച്ചിട്ട് ഞാൻ അന്നോട്ട് അമ്മയുടെ സന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ജപമാല ചൊല്ലും അറിഞ്ഞൂടാ. എന്നിട്ടും കൂടി എനിക്കറിയാൻ രീതിയിൽ ഞാൻ ജപമാല ചൊല്ലും. 3 കൊന്ത വരെ ഞാൻ ചൊല്ലും. അങ്ങനെ ഞാൻ ചൊന്ന് എനിക്ക് എൻ്റെ അമ്മയിൽ നിന്ന് നിറയെ അനുഗ്രഹം എനിക്ക് തന്നു അമ്മ. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ കൊറോണയൊക്കെ ആയപ്പോഴത്തെ കടങ്ങൾക്ക് കൂടി വന്ന് അടുത്ത് ഞങ്ങൾ ഭവനം വയ്ക്കാൻ വേണ്ടി ഒരു ലോൺ എടുത്ത് ആ ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വളരെ ഭാരത്തോടും പ്രയാസത്തോടൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് ഒരു 2 മണിയായപ്പോൾ ഒരു വണ്ടി നിറയെ ബാങ്കിൽ നിന്ന് ആൾക്കാർ വന്നു നോക്കിയപ്പോൾ ബാങ്കിൽ നിന്നാണ് ആൾക്കാർ വന്നത്. അവർ വന്ന് എല്ലാ സ്ഥലങ്ങളും എല്ലായിടവും നോക്കി. എന്നിട്ട് ഇതെല്ലാം എഴുതി വെച്ച് ഞങ്ങളെ കൊണ്ട് ഒപ്പിടിച്ച് അത് നോക്കിയിട്ട് ഒരു ബോർഡ് എടുത്തുകൊണ്ട് വന്ന്. അപ്പോഴും ഞാൻ മാതാവിൻ്റെ പറഞ്ഞു, മാതാവേ ഈ ബോർഡ് ഇവിടെ പതിക്കാൻ അമ്മ അനുവദിക്കല്ലേ, അമ്മയുടെ ശക്തി പകർന്ന് ഈ ബോർഡ് ഇവിടെ തൂക്കുവാൻ അമ്മ അനുവദിക്കല്ലേ. അപ്പോൾ മാനേജർ പറയാണ്, ഈ ബോർഡ് എടുത്തുകൊണ്ട് വന്നപ്പോൾ എന്തോ ഒരു ശക്തി എന്നിൽ പകർന്ന് എനിക്കത് തൂക്കാൻ പറ്റുന്നില്ല. ഞാനത് നിങ്ങളെ കാറിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഞാൻ പോകുന്നു. നിങ്ങൾ എത്രയും പെട്ടെന്ന് ലോൺ അടച്ച് തീർക്കണം എന്ന് പറഞ്ഞ് അവർ ഞങ്ങളെ സമാധാനപ്പെടുത്തി കൊണ്ടുപോയി. മാതാവിൻ്റെ സംരക്ഷണത്തായാലും കഴിവിലായാലും മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ആ ലോൺ 9 ലക്ഷം രൂപയോളമുള്ള ലോണ് ഞങ്ങൾക്ക് 6 മാസം കൊണ്ട് അടച്ചു തീർക്കുവാൻ്റെ വഴി അമ്മ എനിക്ക് കാണിച്ചു തന്നു. അമ്മയ്ക്ക് കോടാക്കോടി നന്ദി പറയുന്നു. അതേപോലെ എൻ്റെ മോനാണെങ്കിൽ കൊറോണയ്ക്ക് മുമ്പേ അവൻ വിദേശത്ത് നാട്ടിൽ വന്നു. പിന്നെ അവന് പോകാൻ പറ്റാത്ത രീതിയിൽ അവനായിരുന്നു. പിന്നെ കൊറോണ എല്ലാം കഴിഞ്ഞ് 2-3 വർഷം നാട്ടിലായിരുന്നു. അവൻ കൂലിപ്പണിയാണ് ചെയ്യുന്നത്. അത് വീണ്ടും അവന് വിദേശത്ത് പോകാൻ ആഗ്രഹമുണ്ട്. അവന് പോകാൻ വേണ്ടി ഞാൻ പല പ്രാവശ്യവും വിഷയങ്ങൾ നോക്കി അമ്മയുടെ സ്ഥലം നിയോഗം വെച്ച് പുതുക്കിയിട്ട്
ഞാൻ നിയോഗം വെച്ച് എൻ്റെ മാതാവേ എൻ്റെ ചെറുകന് ഒരു വിസ ശരിയാക്കി നല്ലൊരു കമ്പനിയിൽ വിസ ശരിയാക്കി തന്നെ. എനിക്ക് പൈസ ഒന്നും കൊടുക്കാനില്ല, 1 രൂപ പോലും കൊടുക്കാൻ എനിക്കില്ല. അമ്മ തന്നെ അത് നോക്കി അവന് നല്ലൊരു കമ്പനി, പൈസ ഇല്ലാതെ തന്നെ നല്ലൊരു കമ്പനിയിൽ വിസ ശരിയാക്കി അമ്മ തരണമേ എന്ന് ഞാൻ അമ്മയുടെ സ്ഥലയിൽ ഇവിടെ വന്നു നിന്നു കരഞ്ഞ് പ്രാർത്ഥിച്ചു. അമ്മയുടെ സ്ഥലം അപ്പോൾ എല്ലാ പേപ്പറിലും കൊടുക്കുമ്പോൾ അവന് 39 വയസ്സായി, ഇനി പേപ്പറൊന്നും ശരിയാവുന്ന കോളല്ല, അതിന് ലഭിക്കില്ലെന്നൊക്കെ പറഞ്ഞു. വീണ്ടും ഞാൻ പ്രാർത്ഥന വിട്ടില്ല, അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ അമ്മയുടെ സ്ഥലയിൽ പ്രാർത്ഥിച്ചു. മാതാവേ എൻ്റെ മോഹൻ ഒരു വിസ അമ്മ ശരിയാക്കി തരണം, അവനും പോകണം, അവൻ്റെ ജീവിതവും അനുഗ്രഹിക്കണം അമ്മ എന്ന് പറഞ്ഞപ്പോൾ അമ്മ മാതാവ് നല്ലൊരു കമ്പനിയുടെ ഒരു വിസ അവന് ശരിയാക്കി തന്നു. അവൻ പോകേണ്ട ഇട വന്നു. പോകുന്ന മുമ്പേ നമ്മൾ മക്കളെ ടിക്കറ്റും വിസയുമായിട്ട് ഇവിടെ അമ്മയുടെ സന്നിയിൽ കൊണ്ടുവന്ന് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞു. അച്ഛനെയും കാണുന്നത് അപ്പോഴേ അച്ഛൻ ഇവിടെ ഇല്ലായിരുന്നു, അച്ഛനൊരു മരണ വീട്ടിൽ പോയെന്ന്. ഞാൻ എന്നിട്ട് അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് അവന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് വിസ ടിക്കറ്റൊക്കെ എടുത്ത് 19-ാം തീയതി ജൂലൈ മാസം 19-ാം തീയതിയാണ് പോവാണ്ട് ടിക്കറ്റ് എടുത്തത്. പക്ഷേ ഇവിടെ പ്രാർത്ഥന കഴിഞ്ഞു, ഒരു അരമണിക്കൂർ കഴിഞ്ഞില്ല, അതിന് മുമ്പേ അവിടെ നിന്ന് ഫോൺ വിളി വരുന്ന ഈ 19-ാം തീയതിക്ക് പോകാൻ പറ്റില്ല, ഓഗസ്റ്റ് 1-ാം തീയതിയെ പോകാൻ പറ്റുള്ളൂ, ടിക്കറ്റ് മാറ്റിയെടുക്കണമെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് വിഷമം ഒന്നുമില്ല, എന്നാലും എൻ്റെ അമ്മ എന്നെ സഹായിക്കുന്നു. ഞാൻ ഈ ഫ്രണ്ടിലിരുന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. അമ്മയോട് പറഞ്ഞു, അമ്മേ എൻ്റെ മോയും 19-ാം തീയതിക്കാണ് ടിക്കറ്റ് എടുത്തത്, ആ ദിവസം തന്നെ പോവേണ്ട കൃപ അമ്മ തരണം, അമ്മ തന്നേ മതിയാവുള്ളൂ, ഒരു തടസ്സമൊന്നുമില്ലാതെ അന്ന് തന്നെ അവന് പോവേണ്ട കൃപ അമ്മ തരണമേന്ന് അമ്മയുടെ സ്ഥലയിൽ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ഇവിടെ എൻ്റെ നിയോഗങ്ങളെല്ലാം വെച്ച് എൻ്റെ രോഗങ്ങളെല്ലാം വെച്ച് അമ്മയുടെ സ്ഥലയിൽ പ്രാർത്ഥിച്ചിട്ട് ഞാൻ അങ്ങ് ചെന്ന് നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ മാതാവേ എൻ്റെ അമ്മ എന്നെ കൈവിടല്ലേ, എൻ്റെ മോനും ആ 19-ാം തീയതി തന്നെ പോവേണ്ട നല്ല വഴി അമ്മ കാണിച്ചു. അമ്മയുടെ വലിയ അനുഗ്രഹം കൊണ്ട് ഒരു തടസ്സങ്ങളോ പ്രതികൂലങ്ങളോ ഇല്ലാതെ 19-ാം തീയതി അവന് പോവേണ്ട കൃപ അമ്മ തന്നു. ആ നല്ലൊരു കമ്പനിയിൽ തന്നെ അവന് ജോലി ലഭിച്ചു. അമ്മയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. അതേപോലെ എൻ്റെ മോനും ഇളയ മോനും വിദേശത്താണ്. അവന് വലിയ ലോഡ് കയറ്റിക്കൊണ്ട് ലോറി പോകുന്ന പോക്കിൽ നടു റോട്ടിൽ അവൻ്റെ വണ്ടിയിലെ ബ്രേക്ക് പറ്റി. പക്ഷെ അവിടെ വേഗത കൂടിയ ആണ് വണ്ടി ഓടുന്നത്. പക്ഷെ ആ സമയത്ത് മാതാവിൻ്റെ കരുണയാലും കൃപയാലും അവനൊരു അപ്പുറത്തുനിന്നോ ഇപ്പുറത്തുനിന്നോ ഒരു വാഹനം പോലും വരാതെ അവനെ കാത്തു സൂക്ഷിച്ച്. അപ്പോഴാണ് പറയുന്നത് എല്ലാവരും, നിനക്ക് ദൈവിക കൃപ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അതിൻ്റെ ഉള്ളിലാണ് നിന്നെ ദൈവം സഹായിച്ചത് എന്ന് പറഞ്ഞ് അങ്ങനെ വലിയ അപകടങ്ങളിലും ഒരു വണ്ടി വന്ന് അവൻ്റെ കാലിൽ തട്ടിക്കിട്ട് പോയി. അതിനെല്ലാം ദൈവം അവനെ വലിയ അപകടം എന്നല്ല അമ്മ രക്ഷിച്ചു. എൻ്റെ കുടുംബത്തെ എത്രത്തോളം അമ്മ വഴി നടത്തി. ആ അമ്മയ്ക്ക് 1000 നന്ദി. ഇനി അമ്മ തന്നതും നീ തരാണ്ട് നിറയെ അനുഗ്രഹങ്ങളുണ്ട്. അതിനെല്ലാം അമ്മയ്ക്ക് 1000 നന്ദി സ്തുതിയും പറഞ്ഞ് അമ്മയ്ക്കും തിരുകുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് റീത്താമ്മ വർഗീസ്, പൊട്ടയ്ക്കൽ, കോതമംഗലം രൂപത, കരിമണ്ണൂർ ഇടവക, ഇടുക്കി ജില്ല. ഞാൻ കഴിഞ്ഞ ഒക്ടോബർ, അതായത് 2021 ഒക്ടോബർ 30-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിൻ്റെ കാരണം വീട്ടിൽ വിവിധതര ദുരന്ത അവസ്ഥകളായിരുന്നു ജീവിതാവസ്ഥ. അവിടെ എൻ്റെ മൂത്ത മോന് ഒരു കൊച്ചും അവനും ഭാര്യയും സൗദിയിൽ ജോലിയിലായിരുന്നു. പക്ഷേ കൊച്ചിന് 1 മാസമായപ്പോൾ മുതൽ ഞാനാണ് വീട്ടിൽ നോക്കേണ്ടിയിരുന്നത്. അവർ 400 കിലോമീറ്റർ ദൂരെ ഭാര്യയും ഭർത്താവും ജീവിക്കും. അവരൊരു മാസത്തിൽ 4 ദിവസം അല്ലെങ്കിൽ 1 ദിവസം 2 ദിവസമൊക്കെ അവർക്ക് ലീവ് കിട്ടുന്നതനുസരിച്ച് ഒന്നിരിക്കാൻ പറ്റും. അതുപോലെ ജീവിച്ചിരുന്ന ആ അവസ്ഥയിൽ എനിക്ക് പ്രായാധികമാവുകയും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരികയും ചെയ്യുമ്പോൾ ഇവർ 3 പേരും ഒരുമിച്ച് ഒരിടത്താകണമെന്ന് ഞാൻ ജപമാലയിൽ അമ്മയോട് പ്രാർത്ഥിക്കുകയും ഉടമ്പടിയിൽ അത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഈ നിയോഗം എടുത്തൊരു 3 മാസത്തിനുള്ളിൽ, അതായത് നവംബർ തുടങ്ങിയപ്പോൾ തൊട്ട് ഈ പിള്ളേർക്ക് അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടി ഒരു രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു 2016. പക്ഷേ പല കാരണങ്ങളാൽ അത് തടസ്സമായിക്കൊണ്ടിരിക്കുകയത്. ഉടമ്പടി എടുത്തിട്ട് ഒരു 5 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അവർക്കൊരു 10 ലക്ഷം രൂപയുടെ മുകളിൽ ഒരു ആവശ്യം ഉണ്ടായിരുന്നു, കടമായിരുന്നു.
അത് നികത്തി കൊടുത്തു അമ്മ. അതുപോലെ തന്നെ ഇവർക്ക് അമേരിക്കയിലേക്ക് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും അപേക്ഷകളും എല്ലാം ഓക്കെ ആക്കി. അതുപോലെ അവർ അപ്പോൾ സൗദിയിലാകുമ്പോൾ അവർക്ക് അവിടുന്ന് എക്സിറ്റ് അടിച്ച് പോരുന്നത് ഒത്തിരി വിഷമമുള്ള കാര്യങ്ങളാണ്. അവരുടെ ബെനിഫിറ്റ് കിട്ടണം, അവർക്ക് എല്ലാം ഓക്കെ ആണ് അവിടുത്തെ എല്ലാ ഓഫീസുകളിലും. അവൾ നേഴ്സാണ്, മോൻ കമ്പനിയിലും. അപ്പോൾ അതിനൊക്കെ ഒത്തിരി തടസ്സങ്ങളാണ്. അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിരുന്നാൽ അമേരിക്കയിലേക്കുള്ള എല്ലാ ഇവരുടെ കാര്യങ്ങളെല്ലാം ശരിയാക്കാൻ പാടാണ്. അപ്പോൾ അത് കാരണം 2021 ഒക്ടോബറിൽ മോൾ അവിടെ ലീവ് എടുത്ത് നിൽക്കുകയും കൊച്ചിനെ 6 വയസ്സായ കൊച്ചിനെ തന്നെത്താനെ അങ്ങോട്ട് സൗദിക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ കൊച്ചു പോകുമ്പോഴൊക്കെ എനിക്ക് ഒത്തിരി വിഷമമായിരുന്നു. എന്നാലും ഒരു തടസ്സവും കൂടാതെ കൊച്ചു തന്നെ സൗദിയിൽ ചെന്നു. അമ്മയുടെ അപ്പൻ്റെയും കൂടെ താമസിച്ചു. അവർ വീണ്ടും ഡിസംബറിൽ അപ്പനും മോനോടെ വന്നു. അന്നേരം ഒന്നും കൊച്ചിന് ഇൻ്റർവ്യൂ കിട്ടിയില്ല അമേരിക്കയിലേക്കുള്ള. അത് കാരണം വീണ്ടും അവർ ഡിസംബറിൽ മോനും അപ്പനും കൂടി സൗദിക്ക് തിരിച്ചുപോയി. അത് കഴിഞ്ഞിട്ട് അവർ അവിടെ നിന്ന് ഫെബ്രുവരി 8-ാം തീയതി ആകുമ്പോഴത്തേക്കും ഇവർക്ക് 3 പേർക്കോട്ടുള്ള ഇൻ്റർവ്യൂ ശരിയായി പാസ്പോർട്ട് മേടിച്ച് വെച്ചിട്ട് കൊച്ചിനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. അപ്പം ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഒത്തിരി വിഷമമായി. അവൾ ജോലിക്കും പോകണം, കൊച്ചിനും ജോലിക്ക് വേണം, കൊച്ചിനും ഒറ്റയ്ക്ക് ഇടണം, നോക്കാൻ ആളില്ല. മറ്റേ ഞാനും കൊച്ചും കൂടി ആയിരുന്നു സൗദിക്ക് പോകുകയും വരികയും ചെയ്തുകൊണ്ടിരുന്നത്.